നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോളെ, അമ്മയ്ക്ക് ഞാൻ അന്യായിരിക്കുന്നു. അമ്മ എനിക്ക് കല്യാണം ആലോചിച്ചിരിക്കുന്നു. എന്നെ കല്യാണം കഴിപ്പിച്ചയച്ചാൽ അമ്മയ്ക്കൊരു ശല്യം തീരുമല്ലോ. നന്ദിനി, മോളങ്ങനെയൊന്നും പറയരുത്. അമ്മ എന്നെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, ഈ മകളുടെ മനസ്സ് ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അമ്മ എനിക്ക് കല്യാണം ആലോചിക്കോ? അയ്യോ, ചെമ്പകമംഗലത്ത് ജീവിക്കുമ്പോഴാ ഞാൻ നന്ദിനി. അല്ലാത്തപ്പോ ഞാൻ ആർക്കും വേണ്ടാത്തൊരു ജന്മോ, ഒരു അനാഥ പെണ്ണ്. ഇവിടെ ഞാൻ അന്യായി. സത്യത്തിൽ എന്തിനാ ഞാൻ ഇനി ജീവിച്ചിരിക്കുന്നത്? എന്റെ പൊന്നു മോളെ, എന്റെ മോളെ, അമ്മയെ നീ ശപിക്കല്ലേ. നിനക്കൊരു വിവാഹ ജീവിതം ഉണ്ടാവണമെന്ന് മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ. അത്തരം സ്വപ്നങ്ങളൊക്കെ എന്നെ ഞാൻ കരിച്ചു കളഞ്ഞു അമ്മ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒപ്പമുള്ള ഒരു ജീവിതം, അത് മാത്രമാണ് എന്റെ സ്വപ്നം. എന്റെ വൈകമോളുടെ അമ്മൂമ്മയെ അതിൽ പരം ഒരു ഭാഗ്യമുണ്ടോ അമ്മ? മോളെ, മോളെ നന്ദിനി, ഒരു തെറ്റിദ്ധാരണയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഗിരി ചെറുപ്പകാലത്ത് നിന്റെ കൂട്ടുകാരനാണെന്ന് മനസ്സിലാക്കിയപ്പോ അമ്മ തെറ്റിദ്ധരിച്ചു അവനോട് നിനക്ക് വലിയ ഇഷ്ടമുണ്ടോന്ന്. ഞങ്ങളൊക്കെ പഴയ മനുഷ്യരല്ലേ മോളെ. ആണും പെണ്ണും തമ്മിൽ സംസാരിച്ചാൽ അത് പ്രേമമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന പഴയ കാലത്തിൽ ജനിച്ചവർ. ഇന്നത്തെ ചെറുപ്പക്കാരുടെ രീതികളൊന്നും ഞങ്ങൾക്ക് വശമില്ല. എനിക്ക് ഗിരിയോട് ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ അച്ഛാ. എന്റെ മോള് അമ്മയോട് ക്ഷമിക്കേ. ഞാൻ നിനക്ക് കല്യാണവും ആലോചിക്കുന്നില്ല, ഒരു ചുക്കും ആലോചിക്കുന്നില്ല. ദേ, നീ ആ കെട്ടുവെച്ചിരിക്കുന്ന ബാഗുകളൊക്കെ എടുത്ത് അലമാരയെ കൊണ്ടുവയ്ക്കേ. ഇല്ല, ആ ബാഗുകൾ ഞാൻ തിരികെ അലമാരയിൽ വയ്ക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.